ബാലഗോപാൽ ന്യൂസ് 18നുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ തത്സമയത്തിലേക്ക്. 5 രൂപ ഉണ്ടായിരുന്ന 7 രൂപയായി. ഒരു 6 എന്ന് പറഞ്ഞാൽ 2.5 സെന്റ്. 10 സെന്റ് ഉള്ള ഒരാൾക്ക് ഒരു വർഷം ഈ 20 രൂപയ്ക്ക് പകരം 30 രൂപയാവും. അത്രേ ഉള്ളൂ. 10 രൂപയാണ് കൂടുന്നത്. കേരളത്തിലെ ശരാശരി ആളുകൾ നോക്കി 10 സെന്റ് 20 സെന്റ് ഒക്കെ ഉള്ള ആൾക്ക് ഒരു വർഷം 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പറ്റാത്തൊരു കാര്യമാണോ? ഈ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അവിടെ കേന്ദ്രം അതിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു. പക്ഷേ അതിന്റെ സാമ്പത്തികമായ പ്രയോജനങ്ങളൊന്നും ലഭിച്ചില്ല. കേന്ദ്രം കൈവിടുന്ന ഒരു സാഹചര്യം. ഒടുവിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് വിമർശനം കേൾക്കേണ്ട ഒരു സാഹചര്യം. അതിനൊക്കെ ഒടുവിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 750 കോടി രൂപയാണ് ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഒതുങ്ങുമോ ഈ പുനരധിവാസം, ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ? ഈ പുനരധിവാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിന് ഈ 750 കോടിയുടെ പ്രൊജക്റ്റാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതിന് നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേകമായ ഗ്രാന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ച് ജനങ്ങൾ നമ്മൾ പല സംഘടനകൾ തന്നുകൊണ്ട് ഇനിയും അതൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഇതിന്റെ പേര് അമാന്തിച്ച് നിൽക്കില്ല. നമ്മളതാ ഞാൻ ബഡ്ജറ്റ് വളരെ കൃത്യമായി പറഞ്ഞു, അതെന്തായാലും നമ്മൾ നടപ്പിലാക്കും ഈ സമയം അനുസരിച്ച്. സമയത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഭൂമി സംബന്ധിച്ച എസ്റ്റേറ്റിന്റെ തോട്ടം മേഖലയുടെ കേസുമായി ബന്ധപ്പെട്ടൊരു ക്ലിയറൻസ് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പണി ഒരു വർഷം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്ലാനിംഗ് ആണ്. അതിന് ഫണ്ട് തടസ്സം വരില്ല. ഇതാണ് പറഞ്ഞത്, അത് ചെയ്യും. ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഈ ഉരുൾപൊട്ടൽ ദുരന്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2018 ശേഷം തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പാക്കേജ് വയനാടിന് പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക പാക്കേജ് ബജറ്റിൽ ഇടം പിടിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ബൾക്കായ തുക വെക്കുന്നതല്ല. ഇപ്പൊ കവച് എന്ന് പറഞ്ഞൊരു അത് വലിയ പണത്തിന്റെ അല്ല. കവച് എന്ന് പറഞ്ഞൊരു നമ്മളിത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യുന്ന സംഗതിയുണ്ട്. നമ്മൾ ഇന്ന് ബഡ്ജറ്റിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ, സ്പാഷ്യൽ പ്ലാനിങ്. ഇഷ്ടമുള്ളിടത്തെല്ലാം താമസിക്കാം, ഇഷ്ടമുള്ളിടത്ത് അത് പറ്റില്ല, അതിന് ഒരു സ്പാഷ്യൽ പ്ലാനിങ് വേണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കൃത്യമായ ഇന്നൊരു കാര്യത്തിന് ഇത്ര പണം മാറ്റി അങ്ങനല്ലല്ലോ. അതിനൊരു ഒരു പൊതുവായ കാര്യം ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഏതാണ്ട് 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കായിരുന്നു ധനാനുമതി നൽകിയത്, ഈ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന്. അവയുടെ ഈ യൂസർ ഫീ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സൂചന ഈ ബജറ്റിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വരുമാനദായക സ്രോതസ്സുകളിലേക്ക് പണം ചെലവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കിഫ്ബി അങ്ങനെ ഒരു പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതേ സമാനമായ തരത്തിൽ തന്നെയായിരുന്നു കെ ഫോണും, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതോടൊപ്പം തന്നെ IT പാർക്കുകളൊക്കെ. അത് വേണ്ട വിധത്തിൽ ഫലം കണ്ടില്ല എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയൊരു ആശയമായി മുമ്പോട്ട് പോയാൽ അത് എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അല്ല, അത് ഈ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള മോഡലുകൾ ഫലം കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം കിഫ്ബി തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ചില സ്കീമുകൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർക്ക് ചെറിയ റിട്ടേൺ ഉള്ളതുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് പണം കൊടുക്കുന്ന മറ്റായിട്ട് IT പാർക്കൊക്കെ ഇത്ര വർഷം കൊണ്ട് പണം കൊടുക്കുക എന്നുള്ള, തിരിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലേക്കുള്ള മോഡലുകൾ ഉള്ളതുണ്ട്. എന്നാൽ വ്യാപകമായിട്ട് അത്തരം കാര്യങ്ങളില്ല. അത് വരേണ്ടതെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട്. വ്യാപകമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 2 പൈലറ്റ് പ്രൊജക്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു മോഡലാണ്. ലാൻഡ് മേടിക്കാതെ തന്നെ കൊല്ലം കോർപ്പറേഷന്റെ കയ്യിലുള്ള ലാൻഡ് ഉപയോഗിച്ച് IT പാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള പല മോഡലുകൾ ചെയ്യുന്നു. അതിനകത്ത് ഇപ്പം ഈ കടം സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നല്ലോ. റവന്യൂ ജനറേറ്റിംഗ് അല്ല എന്നുള്ള ന്യായം പറഞ്ഞ് അങ്ങനെ ഒരു ന്യായം അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ കുറേയേറെ പദ്ധതികൾ വേണമെന്നാണ് കിഫ്ബിയുടെ ഒറിജിനൽ ഐഡിയ. ഈ രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും അഭിമാനപൂർവ്വം കണ്ട ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഒരു പാക്കേജ്, അതായത് 2-3 ഘട്ട വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028-നകം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാതിരുന്നത് സർക്കാരിന്റെ റോൾ ഇവിടെ അവസാനിക്കുന്നതുകൊണ്ടാണോ, അതോ ഇനി അതിനുള്ള സാധ്യത മുമ്പിൽ നിൽക്കുകയാണോ? ഇനി നമ്മൾ അനുവദിക്കാത്തതാണോ ഉദ്ദേശിച്ചത്? അതായത് ഈ ബഡ്ജറ്റിനകത്ത് നല്ലൊരു ഭാഗം ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അനുബന്ധമല്ല. വിഴിഞ്ഞത്തിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിന് 8,500 കോടി വരും, പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് 5,500 കോടിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് 2,200 കോടി രൂപയേ ഉള്ളൂ കൺസെഷനെയർ ആയിട്ടുള്ള കമ്പനി ചെയ്യുന്നത്, അദാനി. ഈ 5,500 BGF കുറച്ച് വരേണ്ടതാണ്. അതിനിപ്പോൾ തടസ്സങ്ങൾ ചിലതുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തടുത്ത ഫേസുകൾ വരുന്നതുള്ളൂ. BGFന്റെ നമുക്ക് ഇപ്പം തർക്കങ്ങൾ നടക്കുകയാണല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല എന്നൊരു കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വരേണ്ട അടുത്ത ഘട്ടങ്ങളിലെ കാര്യങ്ങളും ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ചെയ്യും. പക്ഷേ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും റെയിൽവേ ലൈനും തുരങ്കം അടക്കമുള്ള
തുരങ്കപ്പാതയാണ് അവിടെ റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്നത്. അവിടുത്തെ നാഷണൽ വലിയ വീതിയേറിയ നാഷണൽ ഹൈവേയും അതിന്റെ പണവും സർക്കാർ കംപ്ലീറ്റ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഇതിന് ചുറ്റുപാടുള്ള യഥാർത്ഥത്തിലൊരു വിഴിഞ്ഞം വന്നാൽ എന്താ, അതിന്റെ ചുറ്റുപാടുള്ള കേരളത്തിലാകെയുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കുണ്ടാവുന്ന ഗുണം അതാണ്. അതിന് നമ്മളിപ്പോൾ ഔട്ടർ ഏരിയ റിംഗ് റോഡ്, ആ റിംഗ് റോഡിന്റെ രണ്ട് സൈഡിലും ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ള പട്ടണം മീൻസ് കൊമേഴ്സ്യൽ ഏരിയ, അതിനുള്ള റോഡ് എടുക്കുന്നതിന്റെ പരിപാടി നടക്കുന്നു. അവിടെ റോഡ് ഇപ്പോൾ ലാൻഡ് പൂളിംഗ് വഴിയാക്കാം. നിങ്ങൾക്ക് ഈ റോഡിന്റെ സൈഡിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് കുറേ പേർക്ക് സ്ഥലമുണ്ട്, നമ്മളെന്തോ ഇത് ലാൻഡ് പൂളിംഗ് കൊടുത്തിട്ട് ഈ ഡെവലപ്മെന്റ് വരുന്നതിന്റെ ഒരു ബെനിഫിറ്റ് സ്ഥാപനങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്ഥലത്തിന് വില കൂടും, നമുക്ക് ആ സ്ഥലം കിട്ടും. ഇങ്ങനെയുള്ള പല മോഡലുകൾ അതിലുണ്ട്. ഈ കൊല്ലം വിഴിഞ്ഞം കൊല്ലം നമ്മുടെ പുല്ലൂർ അതെന്ന് പറഞ്ഞൊരു ട്രയാങ്കിളാണ്. അവിടെ കൊണ്ട് നിൽക്കുന്നതല്ല, ആ പോകുന്ന റോഡും അതിനപ്പുറത്തുള്ള മേഖലയിലൊക്കെ അവിടെ എവിടെയെങ്കിലും വ്യവസായം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്തെത്താം. അപ്പം എക്സ്പോർട്ടിന് വളരെ സാധ്യതയുള്ള വ്യവസായങ്ങൾ പറ്റും. ഇങ്ങനെ ഒരു പാക്കേജാണ് അതിനകത്തുള്ളത്. ആ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി ഇപ്പോൾ ലാൻഡിന്റെ ഞാനിന്ന് പറഞ്ഞു, ബഡ്ജറ്റ് വീണ്ടും പറഞ്ഞു, ആ ട്രയാങ്കിൾ പൈസ വെക്കുന്നു, വീണ്ടും പണം അധികം വേണമെങ്കിൽ അതിന് വെക്കും. ന്യൂസ് 18 കേരളം അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ഈ